ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വാലന്റൈൻസ് ഡേയുടെ ഭാഗമായിട്ട് കുറേ ഇവൻറ്റ്സും കാര്യങ്ങളും വരാൻ പോവുകയാണ്. അതിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഫേഡഡ് വീല് വരുന്നുണ്ട്, റിംഗ് ഇവന്റ് വരുന്നുണ്ട്, അതോടൊപ്പം നമ്മുടെ പഴയ ബണ്ടിൽസും അതോടൊപ്പം ഇമോട്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ ഫ്ലവർ ഇമോട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നു ലീക്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഈ ഒരു വീഡിയോ കൂടെ നോക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്ത് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഫസ്റ്റത്തെ അപ്ഡേറ്റ് തന്നെ നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ബണ്ടിലാണെങ്കിൽ ഒരു റിംഗ് ഇവന്റ് ആണ്. ഈ ബണ്ടിലിനെ പറ്റി നോക്കുവാണെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള ഹെയറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ബാക്കി ഷർട്ടും പാൻസും ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ആവറേജ് ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ്. ഇനി ചെറിയ രീതിയിൽ ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ബണ്ടിലും കാര്യങ്ങളെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്കൊരു ഫീമെയിൽ ബണ്ടിലും വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടതാണ് നമ്മുടെ ഫീമെയിൽ ബണ്ടിൽ വരുന്നത്. ആ ബണ്ടിൽ നോക്കുവാണെങ്കിൽ ഒരു ആവറേജ് ബണ്ടിൽ എന്നേ പറയാൻ പറ്റുള്ളൂ. വലിയ ആനിമേഷനും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ അടുത്ത റിവാർഡ് നോക്കുവാണെങ്കിൽ ലവ് മീ നോട്ട് എന്ന ഇമോട്ടാണ്. നമ്മുടെ ഫ്ലവർ ഇങ്ങനെ പിച്ച് കളയുന്ന പോലുള്ള ഇമോട്ടാണ് ഈ ഒരു ഇമോട്ട് വരുന്നത്. അതിന്റെ പുറകിലായിട്ടാണെങ്കിൽ നമ്മുടെ ലവിന്റെ ഷേപ്പ് ഇങ്ങനെ ആനിമേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. ഇതെന്തായാലും വേറെ ലെവലായിട്ടുള്ള ഒരു ഇമോട്ടാണ്. നമ്മുടെ പണ്ടത്തെ വാലന്റൈൻസ് ഡേക്ക് ഈ ഒരു ഇമോട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ വാലന്റൈൻസ് ഡേക്ക് ഈ ഒരു ഇമോട്ട് വരുന്നുണ്ട്. പിന്നെ അവസാനത്തെ റിവാർഡ് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഗ്ലൂ വാളാണ്. ഈ ഒരു ഗ്ലൂ വാളിനെ പറ്റി നോക്കുവാണെങ്കിൽ ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലൂ വാളാണ്. അതിന്റെ ഫ്രണ്ടിലായിട്ടാണെങ്കിൽ നമ്മുടെ ഐസ്ക്രീമിന്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു റിംഗിനെ പറ്റി പറയാനുള്ളത്. ഗൈസ്, അപ്പോൾ അടുത്ത റിവാർഡ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പഫർ റൈഡ് എന്നൊരു ഫേഡഡ് വീൽ ഇവന്റ് വരാൻ പോവുകയാണ്. അതിന്റെ പോസ്റ്ററാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഇവന്റ്സിനകത്തോട്ട് കയറുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് നമ്മുടെ പഫർ റൈഡ് എന്ന ഈ ഒരു ഇമോട്ടാണ്. ഈ ഒരു ഇമോട്ടാണ് നമ്മുടെ മെയിൻ റിവാർഡായിട്ട് വരാൻ പോകുന്നത്. ഈ ഒരു ഇമോട്ട് വരുന്നത് നമ്മുടെ പഫർ ഫിഷ് ഇല്ലേ, അതിന്റെ മുകളിൽ ഇരുന്ന് ഇങ്ങനെ ചാടുന്ന പോലുള്ള ഇമോട്ടാണ് ഈ ഒരു ഇമോട്ട് വരുന്നത്. ആ ചാടുമ്പോൾ ഇങ്ങനെ വെള്ളം തെറിക്കുന്ന പോലുള്ള ആനിമേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് കാണുന്നതിന് വേറെ ലെവലായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇമോട്ട് അടങ്ങിയ ഫേഡഡ് വീൽ ഇവന്റ് ആയിരിക്കും നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ ടൈമിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. ഇതിൽ ബാക്കി റിവാർഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ എന്തായാലും ഒരു വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഇവന്റ് എന്നാണ് നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. ഏകദേശം ഫെബ്രുവരി 12 ആ ഒരു ടൈമിലായിരിക്കും ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു ഇവന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്നൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫെഡറൽ വീലിനെ പറ്റി ഇത്രയാണ് നമുക്കിപ്പോൾ കിട്ടിയ അപ്ഡേറ്റ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് ഹാർട്ട് റോക്കർ എന്നൊരു റിംഗ് ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോവുകയാണ്. അതിൽ മെയിൻ റിവാർഡ് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ബണ്ടിലാണ് മെയിൻ റിവാർഡായിട്ട് വരാൻ പോകുന്നത്. എൻ്റെ മോനെ വേറെ ലെവലായിട്ടുള്ള ബണ്ടിലും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു റിംഗ് ഇവന്റ് വഴി വരാൻ പോകുന്നത്. ഈ ഒരു ബണ്ടിലെ ആ ഹെയറും ആ ഒരു മാസ്കും വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ ബാക്കി ബോഡി ഷൂസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ ബീച്ച് ബോയ് ബണ്ടിലിന്റെ ആ ഒരു രീതിയിലാണ് ഈ ഒരു ബണ്ടിൽ വരുന്നത്. പിന്നെ ഈ ഒരു റിംഗ് ഇവന്റിലെ അടുത്ത റിവാർഡ് നോക്കുവാണെങ്കിൽ നമുക്ക് വരുന്നത് ഒരു ഫമാസിന്റെ സ്കിന്നാണ്. ഇതിന്റെ ആട്രിബ്യൂട്ട്സ് നോക്കുവാണെങ്കിൽ ഡബിൾ ആക്യുറസി, സിംഗിൾ റേഞ്ച്, അതോടൊപ്പം റിലോഡ് സ്പീഡാണ് മൈനസ് ആയിട്ട് വരുന്നത്. ഒരു കുഴപ്പമില്ലാത്ത ആവറേജ് ഒരു സ്കിൻ എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത റിവാർഡ് നോക്കുവാണെങ്കിൽ ഇവിടെ വരുന്നത് നമുക്കൊരു കട്ടാനയുടെ സ്കിന്നാണ്. ഇത് നോക്കുവാണെങ്കിൽ നമ്മുടെ വാളൊക്കെ ഇല്ലേ, അതിന്റെ ഒരു ഷേപ്പിലാണ് ഈ ഒരു കട്ടാനയുടെ സ്കിന്ന് വരുന്നത്. ഒരു കുഴപ്പമില്ലാത്ത ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവസാനത്തെ റിവാർഡ് നോക്കുവാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു പഫർ ഫിഷിന്റെ തീമിൽ വരുന്ന ഈ ഒരു ബാക്ക് പാക്ക് ആണ്. നമ്മൾ നേരത്തെ ഫേഡഡ് വീലിൽ കാണിച്ച ഇമോട്ടില്ല, ആ ഒരു തീമിലാണ് ഈ ഒരു ബാക്ക് പാക്കും വരാൻ പോകുന്നത്. ഈ ഒരു ഇവന്റിനെ പറ്റി നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും കിട്ടിയിട്ടില്ല. ഡേറ്റും കാര്യങ്ങളും കിട്ടുമ്പോൾ എന്തായാലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫ്ലവർ മോഡില്ല അത് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ റൂമേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമുക്കൊരു 50% ചാൻസേ ഉള്ളൂ ഈ ഒരു ഫ്ലവർ ഇമോട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതെന്ന്. ഫ്രീ ആയിട്ട് കിട്ടാനും കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഫ്രീ ആയിട്ടാണ് ഈ ഒരു ഇമോട്ട് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇവന്റ് വഴിയായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. ചെറിയ മിഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇമോട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ഒരു മിഷൻസും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരു ഫെബ്രുവരി 12 ഒക്കെ ആയിരിക്കും ഈ ഒരു ഇവന്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോകുന്നത്. നമുക്ക് എന്തായാലും എല്ലാവർക്കും വെയിറ്റ് ചെയ്ത് നോക്കാം ഇത് വരുമോ ഇല്ലയോ എന്ന്. ഇനി അവസാനത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വാലന്റൈൻസ് ഡേയുടെ ഒരു ഫേഡഡ് വീലും കൂടെ വരുന്നുണ്ട്. ഇവിടെ കാണുന്ന ഈ ഒരു കപ്പിൾ ഇമോട്ട് അടങ്ങിയ ഒരു ഫേഡഡ് വീൽ ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് വാലന്റൈൻസ് ഡേയുടെ ഭാഗമായിട്ട് വരാൻ പോകുന്നത്. ഈ ഒരു ഇമോട്ട് നമ്മുടെ ഗെയിമിൽ മുൻപും വന്നിട്ടുള്ളതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ഒരു ഇമോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു ഇമോട്ടാണ്. നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ ആ ഒരു തീമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത റിവാർഡ് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു കട്ടാനയുടെ സ്കിന്ന് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു നൈഫിൻ്റെ സ്കിന്നാണ്. ഈ ഒരു 3 റിവാർഡായിരിക്കും നമ്മുടെ ഈ ഒരു ഫേഡഡ് വീൽ വഴി വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.